നമസ്കാരം. ഫസ്മാസുരന് വരം കിട്ടിയതുപോലെയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയന് ഭരണം കിട്ടിയത്. കാരണം അഴിമതികളും ധൂർത്തും കള്ളക്കേസുകളും ഒരു വശത്ത്, ആശ്രിതരെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ പാർട്ടിയിലുള്ള അടിമകൾ അണികൾ അല്ലാത്തതുകൊണ്ടാണ്. പാർട്ടിയോട് ഒട്ടി നിന്നാൽ കിട്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ CPM-ൽ കുറെ എണ്ണമുള്ളത്. പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്കും നിലനിൽപ്പുള്ളൂ എന്ന് ഈ ആശ്രിതർക്കറിയാം. ഈ ആശ്രിതരുണ്ടെങ്കിലേ തങ്ങൾക്കും പാർട്ടിക്കും നിലനിൽപ്പുള്ളൂ എന്ന് ബഹുമാന്യരായ പിണറായി വിജയനും ഗോവിന്ദനും അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കും അറിയാം. എന്ത് തെമ്മാടിത്തരം ചെയ്താലും പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അടിമകളായ ഈ ആശ്രിതർക്കുണ്ട്. അതുകൊണ്ട് ഭ്രാന്തിളകിയതുപോലെയാണ് ആശ്രിതരുടെയും ചെറുകിട പ്രാദേശിക ഊച്ചാളി നേതാക്കന്മാരുടെയും പെരുമാറ്റം. ഇവർക്ക് ആരെയും എന്തും പറയാം, പക്ഷേ ഇവരെ പറയാൻ പാടില്ല. അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ കേരളം ആരുടെയും തന്തയുടെ വകയല്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ ഒരുപാട് പേർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചു. നിയമപരമായും കയ്യൂക്കിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും എതിരാളികളെ മാനസികമായി തകർത്ത് നിലം പരിശാക്കുന്ന തന്ത്രമാണ് CPM-കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ തെളിവുകൾ സഹിതം പുറത്തു വരുന്ന തെമ്മാടിത്തരങ്ങൾ പോലും ആരോപണങ്ങൾ മാത്രമാണ്. വയനാട്ടിലെ ഒരു DYFI നേതാവിനെതിരെ ഇപ്പോൾ ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ആരോപണമല്ല, പരാതിയാണ്. ഇത് ഉയർത്തിയിരിക്കുന്നത് പ്രതിപക്ഷമല്ല, ഒരു സ്ത്രീ തന്നെയാണ്. മിനിഞ്ഞാന്ന് ഈ പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ CPM പറഞ്ഞത് ഇതൊരു ആരോപണം മാത്രമാണെന്നാണ്. എന്നാൽ ഇന്നലെ ഇരയായ സ്ത്രീ തന്നെ രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ബഹുമാനപ്പെട്ട വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത് എന്നുകൂടി ഓർത്താൽ ആ ഞെട്ടൽ ഇരട്ടിയാകും. പിണങ്ങോട് സ്വദേശിനിയായ ഒരു യുവതിയാണ് DYFI വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ജംഷാദിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് ജംഷീദ്. അവരുടെ പരാതി ഇങ്ങനെയാണ്: ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ എപ്പോഴും വീട്ടിൽ വരും. DYFI നേതാവാണ്. ജംഷീദ് എന്നാണ് പേര്. ഉച്ചനേരങ്ങളിൽ വീട്ടിൽ ആരുമില്ലാത്തപ്പോഴാണ് വരുന്നത്. കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. ഭക്ഷണം വേണമെന്ന് പറയും. ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയും ഒക്കെ തോണ്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞത്, സാരമില്ല, വിട്ടുകള, നിന്റെ തോന്നലായിരിക്കുമെന്നാണ്. ഇനി അതല്ല, അങ്ങനെ ഉറപ്പാണെങ്കിൽ അവനങ്ങ് നിന്നു കൊടുക്കാം, അവന്റെ ഇഷ്ടം പോലെ തീർത്തിട്ട് പൊയ്ക്കോട്ടെ എന്നും ഇക്ക പറഞ്ഞു. ഈ കഴിഞ്ഞ 17-ാം തീയതി അവരുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോകുന്നതിന് മുമ്പ് അവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു കൊടുത്തു. വെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ജംഷീദ് വാവ എന്ന് പറഞ്ഞ ചങ്ങായി എൻ്റെ പിന്നിലൂടെ വരികയും ലൈംഗികമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പിടിച്ചു തള്ളി മാറ്റി ഓടി റൂമിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു. കാരണം കുറെ വിളിച്ചു. ഇക്ക ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞ പാവം അയാൾ നടിച്ചില്ല. അപ്പോൾ ഞാൻ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവർ പോയതിനു ശേഷമാണ് ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി മക്കളെ വിളിക്കാനായി പോയത്. ഭർത്താവിൻ്റെ വീട്ടുകാരെ വിളിച്ചാൽ അവർക്കൊന്നുകിൽ ഞാൻ സ്ത്രീധനമായി 101 പവനും കാറും വീട്ടിൽ നിന്ന് വാങ്ങി കൊടുക്കണം. അതല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുവരുന്ന ഓരോരുത്തരുടെ കൂടെ അവരുടെ ഇഷ്ടത്തിൽ നിന്നു കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് പൈസ തരും. ആ പൈസ കൊണ്ട് നമുക്ക് കടങ്ങൾ വീട്ടുകയും വീട്ടുചെലവുകൾ നടത്തുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത്. ജംഷീദ് നേതാവായതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവനൊന്ന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് വേഗം നടക്കുമെന്നാണ് ഭർത്താവ് പറയുന്നത്. ഇങ്ങനെയാണ് ആ സ്ത്രീ പറയുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പാർട്ടിയിൽ ആശ്രിതർ ഉള്ളതെന്ന്. SI-ക്കെതിരെ കൊലവിളി നടത്തിയ ഹസൻ മുബാറക്കും പോലീസ് വാഹനം തല്ലി തകർത്ത നിധിൻ പുല്ലനും 2 വധശ്രമങ്ങൾ ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആർഷോയും വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് കയറാൻ ശ്രമിച്ച് പിടിയിലായ വിദ്യാവിജയനും വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉപരിപഠനത്തിനു കയറി പിടിയിലായ നിഖിൽ തോമസും പെണ്ണുകേസിൽപ്പെട്ട P. ശശിയും PK ശശിയും ഗോപി കോട്ടമുറിക്കലും ശ്രീരാമകൃഷ്ണനും മുകേഷും കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കും ഒക്കെ ഇപ്പോഴും ഈ പാർട്ടിയിൽ തുടരുന്നത്. അവരെ പാർട്ടി സംരക്ഷിക്കുന്നത് ഇത്തരക്കാരുടെ ഒരു കൂട്ടമായി CPM മാറിയിരിക്കുന്നു. ഉളുപ്പുള്ളവന് നാട്ടുകാരുടെ തെറി കേട്ടാലെങ്കിലും വീണ്ടും വിചാരമുണ്ടാകും. ഇതിപ്പോൾ ഉളുപ്പുമില്ല, മാനവുമില്ല, മര്യാദയുമില്ല. ആകെയുള്ളത് വിവരക്കേടുകൾ മാത്രം ചിന്തിക്കുന്ന ഒരു തലച്ചോറും മരമുരിയുടെ കനത്തിലുള്ള തൊലിക്കട്ടിയും. ജംഷീദിനെ കഴിഞ്ഞ കൊല്ലം തന്നെ പാർട്ടി പുറത്താക്കിയെന്ന ന്യായീകരണം ഉടനെയുണ്ടാകും. അതാണല്ലോ CPM-ന്റെ രീതി.